അടുത്തത് തിയറീസ് ഓൺ ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് യൂക്കാരിയോട്സ് ആണ്. യൂക്കാരിയോട്ടിക് എവല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിയറീസ് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻഡോസിംബിയോട്ടിക് തിയറിയാണ്. എൻഡോസിംബിയോട്ടിക് തിയറി പല വേർഷൻസ് ഉണ്ട്. സീരിയൽ എൻഡോസിംബിയോട്ടിക് തിയറി, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് എൻഡോസിംബിയോട്ടിക് തിയറി എമർജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇനീഷ്യൽ ഫോം എന്ന് പറയാൻ പറ്റുന്നത് റഷ്യൻ ബോട്ടണിസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റാന്റിൻ മെരഷ്കോസ്കി ആർട്ടിക്കുലേറ്റ് ചെയ്ത എൻഡോസിംബിയോട്ടിക് തിയറിയാണ്. ഇത് 1905 പ്രപ്പോസ് ചെയ്തത്. യൂക്കാരിയോട്സ് ഇവോൾവ് ചെയ്തത് ഒരു പ്രോക്യാരിയോട്സിൻ്റെ ഒരു എൻഡോസിംബിയോട്ടിക് അസോസിയേഷൻ്റെ ഭാഗമായിട്ടാണ് യൂക്കാരിയോട്സ് ഇവോൾവ് ചെയ്തത്. അതായത് രണ്ട് പ്രോക്യാരിയോട്സ് അസോസിയേഷനിൽ കഴിയുകയും അതിൽ ഒരെണ്ണം മറ്റൊന്നിനാൽ എൻഗൾഫ് ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഓവർ ടൈം ആ ഒരു എൻഗൾഫ് ചെയ്യപ്പെട്ട ആ ഒരു പർട്ടിക്കുലർ പ്രോക്യാരിയോട്ട് എന്തായിട്ട് ഡിറൈവ് ചെയ്തു? എൻഗൾഫ് ചെയ്ത പ്രോക്യാരിയോട്ടിൻ്റെ ഓർഗനലായിട്ട് മാറുകയാണ് ചെയ്തത്. This theory states that the organelles which distinguish eukaryotes from prokaryotes emerge through a mutually beneficial relationship between individual prokaryotes. ആ എൻഗൾഫ് ചെയ്ത ഓർഗാനിസത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻ അതിൻ്റെ ഉള്ളിൽ എൻഗൾഫ് ആ ഒരു സിംബയോട്ടിക് അസോസിയേഷനിലൂടെ അതിൻ്റെ ഉള്ളിലാക്കപ്പെട്ട പ്രോക്യാരിയോട്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഓർഗനൽ ആ ഒരു പർട്ടിക്കുലർ പ്രോക്യാരിയോട്ട് അതിൻ്റെ ഓർഗനലായിട്ട് ഡിറൈവ് ചെയ്തു. ദ അസോസിയേഷൻ ഓഫ് ടു പ്രോക്യാരിയോട്സ് ഇവൻച്വലി റിസൾട്ടഡ് ഇൻ ദ എൻഗൾഫ്മെൻറ്റ് ഓഫ് വൺ പ്രോക്യാരിയോട്ട് ബൈ ദ അതർ ഗിവൻ റൈസ് ടു ഓർഗനൽസ് സച്ച് ആസ് മൈറ്റോകോൺഡ്രിയ ആൻഡ് പ്ലാസ്റ്റിഡ്സ്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന യൂക്കാരിയോട്സിലെ ഓർഗനൽസ് ആയിട്ടുള്ള മൈറ്റോകോൺഡ്രിയ, പ്ലാസ്മിഡ്, പ്ലാസ്റ്റിഡ്സ് ഇതൊക്കെ സ്റ്റഡി ചെയ്തപ്പോഴാണ്, ഇതിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ പരിശോധിച്ചപ്പോഴാണ് ഈ ഓർഗനൽസിൻ്റെ സ്ട്രക്ചറിന് എന്തുമായിട്ട് സാമ്യമുണ്ട്? പ്രോക്യാരിയോട്സുമായിട്ട് സാമ്യമുണ്ട്. അതിൻ്റെ അർത്ഥം ഇവർ ആൻസെസ്ട്രൽ പ്രോക്യാരിയോട്സ് ആയിരുന്നിരിക്കണം. ഒരു സിംബയോട്ടിക് അസോസിയേഷനിലൂടെ ഇവരെന്തായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്തത്? ഇവർ ഓർഗനൽസ് ആയിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്തത് എന്നാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നത്. എൻഡോസിംബിയോസിസിനെ പറ്റി വളരെ മനോഹരമായിട്ടൊരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. അത് ടെഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ്. ആ ഒരു വീഡിയോ കൂടെ കാണുവാണെങ്കിൽ നല്ല വ്യക്തമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടായത്. അതിൽ ഇങ്ങനൊരു ചിത്രീകരണം കാണിച്ചിട്ടുണ്ട്. ഏർലി എർത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോക്യാരിയോട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. യൂക്കാരിയോട്സ് ഇവോൾവ് ചെയ്യുന്നതിന് മുന്നേ പ്രോട്ടോ യൂക്കാരിയോട്ട് എന്ന് നമുക്ക് പറയാം. യൂക്കാരിയോട്ട് ആവുന്നതിന് മുന്നേ ഉള്ളൊരു സ്റ്റേജ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ആ ഒരു ടൈമിൽ എൻഡോസിംബയോട്ടിക് അസോസിയേഷനിലൂടെ ഡിറൈവ് ചെയ്ത ഓർഗനൽസ് ആണ് മൈറ്റോകോൺഡ്രിയയും പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. ഇവർ സെപ്പറേറ്റഡ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിച്ചപ്പോൾ എന്ത് ഫംഗ്ഷനായിരുന്നു ഈ പ്രോക്യാരിയോട്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് തന്നെയാണ് എൻഡോസിംബയോട്ടിക് റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോഴും അവർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നപ്പോൾ അവർ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റിയിലൂടെ എനർജി ഡിറൈവ് ചെയ്തവരായിരുന്നു. അപ്പോൾ അവർ എൻഡോസിംബയോട്ടിക് ഫംഗ്ഷനിലേക്ക് വന്നപ്പോഴും അവർ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ആ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അതാണ് ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. ആൻസെസ്ട്രൽ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് ഹെറ്ററോട്രോപ്സ് ആയിരുന്നിരിക്കണം, വിച്ച് ആർ ക്യാപ്പബിൾ ഓഫ് യൂസിങ് ഓക്സിജൻ ടു പെർഫോം സെല്ലുലാർ റെസ്പിറേഷൻ ആൻഡ് ദെയർബൈ ക്രിയേറ്റ് യൂസ്ഫുൾ എനർജി. എയറോബിക് ബാക്ടീരിയത്തിൽ നിന്നാണ് എന്ത് ഡിറൈവ് ചെയ്തത്? മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന ഓർഗനൽ വന്നത്. ദേ ബിക്കം പാർട്ട് ഓഫ് എ ലാർജ് സെൽ എയ്തർ ബൈ ഡയറക്റ്റ് ഇൻവേഷൻ ആസ് എൻ ഇൻറ്റേർണൽ പാരസൈറ്റ് ഓർ ആസ് എൻ ഇൻഡൈജസ്റ്റബിൾ ഫുഡ് സോഴ്സ്. രണ്ട് പ്രോക്യാരിയോട്സിൻ്റെ അസോസിയേഷനിലൂടെ ഒരുപക്ഷെ ഈ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഈ എയറോബിക് ബാക്ടീരിയം മറ്റൊരു പ്രോക്യാരിയോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇൻവൈഡ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. either as an internal parasite or as indigestible food source. Similarly, ancestral chloroplast, ഇതുപോലെ തന്നെയാണ് ആൻസെസ്ട്രൽ ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റുകൾ ഫോട്ടോസിന്തറ്റിക് സയനോബാക്ടീരിയയിൽ നിന്ന് ഡിറൈവ് ചെയ്തതാകാമെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. There have been many iterations of endosymbiotic theory. ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട് എൻഡോസിംബയോട്ടിക് തിയറിയുടെ. ലിൻ മാർഗുലിസ് ആണ് അഡ്വാൻസ്ഡ് ആൻഡ് സബ്സ്റ്റാൻഷിയേറ്റഡ് തിയറി പ്രപ്പോസ് ചെയ്തത് വിത്ത് മൈക്രോബയോളജിക്കൽ എവിഡൻസ്. 1967 അവർ പ്രപ്പോസ് ചെയ്തത് എൻഡോസിംബയോട്ടിക് തിയറിയുടെ പേര് സീരിയൽ എൻഡോസിംബയോട്ടിക് തിയറി എന്നാണ്. ഇതിനെ ബാക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് സയൻറ്റിഫിക് എവിഡൻസസും കൂടി ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട എൻഡോസിംബയോട്ടിക് തിയറി എന്ന് പറയുന്നത് ലിൻ മാർഗുലിസിൻ്റെ സീരിയൽ എൻഡോസിംബയോട്ടിക് തിയറിയാണ്. എൻഡോസിംബയോട്ടിക് തിയറി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.